1 ശമൂവേൽ 12:22. യഹോവ തൻ്റെ മഹത്തായ നാമം നിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ പേരിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പേരിൽ നമുക്കാവശ്യമുള്ളതെല്ലാം ഉണ്ട്. കരുതുന്നവൻ, രോഗസൗഖ്യം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നല്ല ഇടയൻ, വാതിലായവൻ, തുടക്കവും ഒടുക്കവുമായവൻ, സർവശക്തനായവൻ. ഒരു മനുഷ്യായുസ്സിന് ആവശ്യമുള്ളതെല്ലാം ആ നാമത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷയും വിടുതലും ഒക്കെ ലഭിക്കുന്നു. ദൈവമഹത്വം തൻ്റെ ജനത്തെ എപ്പോഴും സൂക്ഷിക്കുന്നു. തൻ്റെ ജനത്തെ കൈവിടാതെ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ജാതികൾക്കും അതൊരു അത്ഭുത വിഷയമായി മാറുന്നു. നാം ഭൂമിയിലായിരിക്കുമ്പോൾ പ്രശസ്തരുടെ മക്കൾ ആ പ്രശസ്തി ഉപയോഗിച്ചും കൊട്ടാരങ്ങൾ പോലെ വലിയ കുടുംബശ്രേഷ്ഠതയുള്ളവർ അതിലുമൊക്കെ ആശ്രയിക്കുകയും കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവമക്കൾക്ക് യഹോവയുടെ നാമമാണ് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള ഗോപുരം. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. യെശയ്യാവ് 43:21 ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും എന്നെഴുതിയിരിക്കുന്നു. ഏകസത്യ ദൈവം, രാജാധിരാജാവ്, കർത്താധികർത്താവ്, താൻ മാത്രം അമർത്യതയിൽ വസിക്കുന്നവൻ, ആ ദൈവത്തിൻ്റെ ജനമായി തീർന്നാൽ ഒരു നിമിഷം പോലും നമ്മെ കൈവിടാതെ ശ്രേഷ്ഠമായി വഴി നടത്തും. ക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുന്നവരെ തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാക്കുന്ന ദൈവം. എബ്രായർ 11:5 അപ്പോസ്തലൻ വീണ്ടും അതെടുത്ത് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ഇങ്ങനെ കൂടെയിരിക്കുന്ന ദൈവത്തോട് നമുക്കും ചേർന്ന് നടക്കാം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ബലമായി, ശക്തിയായി, ആശ്വാസമായി, സാന്ത്വനമായി, സമാധാനമായി ഒക്കെ കൂടെയിരുന്ന് നമ്മെ സകലത്തിലും എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി വഴി നടത്തും. തൻ്റെ നാമത്തിൻ്റെ മഹത്വം വഹിക്കുന്നവരായും അത് ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായും നമുക്ക് മാറാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ നാമത്തിനായി, അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സകല നന്മകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.